ഹോപ്പ് ഞാൻ ഇപ്പോ സ്ലൈഡ് ഷോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ ആണ്. ഇന്നലത്തെ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ UGC നെറ്റ് പേപ്പറിന്റെ UGC നെറ്റ് അല്ലെങ്കിൽ JRF എക്സാമിന്റെ ഒരു റെലവൻസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇന്നലത്തെ സെഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പ്യൂർലി UGC നെറ്റ് പേപ്പർ ടൂവിന്റെ വരുന്ന സിലബസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് പോലെയുള്ള ഒരു പേപ്പറൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ഓറിയന്റേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് പറഞ്ഞിരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ട കുറച്ച് ബുക്സ് കാര്യങ്ങളൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് പ്രാക്ടീസ് റിവിഷൻ അപ്രോച്ച് നിങ്ങളുടേത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സാം പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 200 മാർക്കിന്റെ 2 hours ഡ്യൂറേഷനിലാണ് നിങ്ങൾ ഈ പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മൊത്തം ഒബ്ജക്റ്റീവ് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. CSIR നെറ്റ് പോലെ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ് UGC നെറ്റിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോ സ്ട്രക്ചർ 2 സ്ട്രക്ചർ ആണ്. പേപ്പർ 2യുടെ സ്ട്രക്ചർ നോക്കുന്നേരം അതിൽ മൊത്തം 10 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പം ഞാൻ കംപ്ലീറ്റ് സിലബസ് ഇതില് കാണിച്ചിട്ടില്ല. മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാന്നുള്ളത് മാത്രമേ ഈ സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നുള്ളൂ. സിലബസും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് ഹിന്ദി ഭാഷ ഓർ ഉസ്കാ വികാസ് എന്നുള്ളതാണ്. ഹിന്ദി ഭാഷയുടെ ഐതിഹാസിക് പൃഷ്ഠഭൂമി, അതിന്റെ ഭൗഗോളിക് വിസ്താർ എങ്ങനെയാണ്, പിന്നെ ഹിന്ദി ഭാഷയുടെ വിവിധ രൂപ്, हिंदी का जो भाषिक स्वरूप है, हिंदी भाषा के जो विविध रूप है, ദേവനാഗരി ലിപി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പർ ടൂവിന്റെ ഒന്നാമത്തെ യൂണിറ്റിൽ ഹിന്ദിയുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇതിലാണ് നിങ്ങൾ അപഭ്രംശന്റെ ഒരു കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിൽ നിന്ന് ഹിന്ദിയുടെ വികാസം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുന്നത് ഈ ഒരു യൂണിറ്റ് 1-ലാണ്. പിന്നെ യൂണിറ്റ് 2 ആരെങ്കിലും ഒന്ന് ഞാൻ ഓഡിബിൾ ആണോ എന്നുള്ളത് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഫുൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ഓഡിബിൾ ആണോ? യെസ് ഓക്കെ സ്ക്രീനും അതേപോലെ വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ യൂണിറ്റ് 2 വരുന്നത് ഹിന്ദി സാഹിത്യക ഇതിഹാസാണ്. നമ്മളുടെ ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനിക് കാൽ വരെയുള്ളത്. ആധുനിക് കാലിൽ തന്നെ നമ്മളുടെ ഭാരതീന്ദു ഹരിശ്ചന്ദ്രന്റെ കാലഘട്ടം, പിന്നെ ദ്വിവേദി യുഗ്, പിന്നെ ഛായാവാദ, പ്രഗതി, പ്രയോഗ് കാല്, ഈ ഒരു നെയ് കവിത തുടങ്ങിയിട്ടുള്ള കാലഘട്ടം മുഴുവൻ വരുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അതിൽ ഹിന്ദി സാഹിത്യക ഇതിഹാസ് ദർശൻ, ഗാർസാദ താസി മുതലുള്ള ഇതിഹാസ് ഗ്രന്ഥങ്ങളുടെ ചർച്ച, അതിൽ അവരെ എന്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഇതിഹാസത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള അവരുടെ കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത്. പിന്നെ അതേപോലെ അതിൽ സാഹിത്യ ഇതിഹാസ് ലേഖൻ കി വിഭിന്ന പദ്ധതിയാ ക്യാ ഹെ, ഐതിഹാസിക് പദ്ധതിയിൽ എഴുതിയവരുണ്ട്. പിന്നെ അതിൽ തന്നെ കാലക്രമാനുസാറിലൊക്കെ എഴുതിയിട്ട് പല പദ്ധതികൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഐതിഹാസിക് രചന നടത്തിയിട്ടുള്ള രചനാകാരുണ്ട്. അവരുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കാൽ വിഭാജൻ എങ്ങനെയാണ്, വിഭിന്ന ആചാര്യോനെ വിഭിന്ന തരീക്കെ സെ ഹിന്ദി സാഹിത്യ കാ കാൽ വിഭാജൻ കിയാ ഹെ. അതിൽ ചാരൻ കാലുണ്ട്, ബീജ് വപ്പൻ കാലുണ്ട്. ഈ കാലത്തിനൊക്കെ ആരാണ് നാമകരണം ചെയ്തത്, കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ കൂടെ ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഭക്തികാലാവട്ടെ, രീതികാലാവട്ടെ, ആധുനിക് കാലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആധുനിക് കാലിന്റെ തുടർച്ച എന്നോണം പറഞ്ഞിട്ടുള്ള കാലഘട്ടം ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റ് 2-ലാണ്.
പിന്നെ വരുന്നത് ഹിന്ദി സാഹിത്യക്ക് ഗദ്യവിതായൻ. ഇത് ആ ഒരു യൂണിറ്റൂടെ തന്നെ തുടർച്ചയാണ്. ഹിന്ദി സാഹിത്യക്ക് ജോ അന്യ ഗദ്യവിതായൻ ഹെ, ഉപന്യാസ്, കഹാനി, നാടക്, നിബന്ധ്, ഹിന്ദിക്ക പ്രവാസി സാഹിത്യ തുടങ്ങിയിട്ടുള്ള ടോപ്പിക് ഒക്കെ വരുന്നത് ഈ ഒരു യൂണിറ്റ് 2 തന്നെയാണ്. പിന്നെ നമ്മൾ യൂണിറ്റ് 3ലേക്ക് പോകുന്ന നേരം ലിറ്റററി ക്രിറ്റിസിസം ആണ്, സാഹിത്യശാസ്ത്രമാണ് പഠിക്കാൻ വരുന്നത്. അതിൽ കാവ്യലക്ഷൻ, കാവ്യഹേതു, കാവ്യപ്രയോജൻ, പിന്നെ വിഭിന്ന സമ്പ്രദായ സിദ്ധാന്തങ്ങള്, രസ സമ്പ്രദായമുണ്ട്, അലങ്കാര രീതി, ധ്വനി, ഇവയുടെ ഒക്കെ തന്നെ ആചാര്യന്മാര് അവരെഴുതിയ രചനകള്, അവരുടേതായിട്ടുള്ള കഥൻ, ശ്ലോക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു യൂണിറ്റില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രസ്നിഷ്പത്തിന്റെ സിദ്ധാന്ത സാധാരണീകരൺ ഒക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ശബ്ദശക്തി, അഭിധാലക്ഷണ, വ്യഞ്ജന തുടങ്ങിയ ശബ്ദശക്തികളും കാവ്യഗുണങ്ങളും കാവ്യദോഷ, ഇതൊക്കെ തന്നെയാണ് ഈ യൂണിറ്റിന്റെ വരുന്ന മെയിൻ പാർട്ട്. പിന്നെ നമ്മൾ വെസ്റ്റേൺ ലിറ്റററി ക്രിറ്റിസിസം എടുക്കുമ്പോൾ, പാശ്ചാത്യ കാവ്യശാസ്ത്രം എടുക്കുമ്പോൾ അവിടെ പ്ലാറ്റോയുടെ കാവ്യ സിദ്ധാന്ത്, അരസ്തുയുടെ അനുകരൺ സിദ്ധാന്ത്, ത്രാസദി വിരേചൻ സിദ്ധാന്ത്, വേർഡ്സ്വർത്തിന്റെ കാവ്യഭാഷാ സിദ്ധാന്ത്, കോൾറിജിന്റെ കൽപ്പന ഫാന്റസി, TS ഇലിയറ്റിന്റെ നിർവൈയക്തികത സിദ്ധാന്ത്, അതേപോലെ തന്നെ പരമ്പരാക്കി അവതാരണ, ഐ റിച്ചർഡ്സിന്റെ മൂല്യ സിദ്ധാന്ത്, സംപ്രേഷണ സിദ്ധാന്ത്, അതേപോലെ തന്നെ കാവ്യഭാഷാ സിദ്ധാന്ത്, റൂസി രൂപവാദ്, ഇങ്ങനെയുള്ള ഒരുപാട് വെസ്റ്റേൺ ലിറ്റററി തിയറീസ് ആണ് നമ്മൾ ഇവിടെ നോക്കി കാണുന്നത്. ഈ സാഹിത്യശാസ്ത്രത്തില് ഈ രണ്ട് ഭാരതീയ അതേപോലെ തന്നെ പാശ്ചാത്യ കാവ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വൈചാരിക് പൃഷ്ഠഭൂമി, ഇത് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത UGC സിലബസിൽ വന്നൊരു മാറ്റമാണ് വൈചാരിക് പൃഷ്ഠഭൂമി എന്ന് പറയുന്നത്. വിവിധ തരങ്ങളിലുള്ള ഈ ഗാന്ധിവാദ ദർശൻ, അംബേദ്കർ ദർശൻ, ലോഹ്യ ദർശൻ, മാർക്സ്വാദ്, അതേപോലെ തന്നെ ദളിത്, സ്ത്രീ, ആദിവാസി വിമർശ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് യൂണിറ്റ് 4 വൈചാരിക് പൃഷ്ഠഭൂമി എന്ന് പറയുന്നത്. ഇത് തുടങ്ങുന്നത് ഭാരതീയ നവജാഗരണിലാണെങ്കിലും സമകാലീൻ വിമർശിൽ ഉൾപ്പെടുന്ന ദളിത്, സ്ത്രീ, ആദിവാസി, അല്പസംഖ്യക് വിമർശ വരെ ഈ ഒരു ചാപ്റ്റർ വ്യാപിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഈ അടുത്ത് വന്ന UGC നെറ്റിന്റെ ആ പേപ്പർ ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ അതില് നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റില് ഈ ഒരു വാദത്തെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളത് ഓപ്ഷൻ ABCDE സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളത് ഈ ഓപ്ഷൻസ് തെരഞ്ഞെടുത്ത് എഴുതാനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വരുന്നതായിട്ടും അങ്ങനെ ഒരു ട്രെൻഡാണ് ഈ ഒരു ചാപ്റ്ററിന് അധികവും നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 5 എടുക്കുമ്പോൾ അവിടെ പൃഥ്വിരാജ് രാസോയിലെ രേവാത്തട്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അമീർ ഖുസ്രോയുടെ ഖുസ്രോക്കി പഹേലിയ മുക്രിയ, വിദ്യാപതി പദാവലി, അതിനായിട്ട് സ്പെസിഫിക് ബുക്ക് ഉണ്ട്, നരേന്ദ്ര ജായ് സമ്പാദനം ചെയ്തിട്ടുള്ള. അതിൽ 1 തൊട്ട് 25 വരെയുള്ള പദാണ് വരുന്നത്. കബീറിന്റെ അതേപോലെ തന്നെ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ സമ്പാദിതമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. അപ്പൊ അതിൽ 160 തൊട്ടിട്ട് 209 വരെയുള്ള പദസംഖ്യ വരുന്നുണ്ട്. ജായ്സി ഗ്രന്ഥാവലി രാംചന്ദ്ര ശുക്ലിന്റെ നാഗ്മതി വിയോഗഖണ്ഡാണ്. വളരെ ഈ ജായ്സി ഗ്രന്ഥാവലിയുടെ ഒരു മൂൽ ഭാഗമാണ് നാഗ്മതി വിയോഗഖണ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് UGC നെറ്റിന്റെ ഒരു മെയിൻ പഠന വിഷയമായിട്ട് മാറുന്നതും. പിന്നെ സൂർദാസിന്റെ ഭ്രമർഗീത് സാർ, രാംചന്ദ്ര ശുക്ല സമ്പാദിതമായിട്ടുള്ള ഭ്രമർഗീത് സാറിന് നമുക്ക് 21 തൊട്ട് 70 വരെയുള്ള പദങ്ങള് ഇതില് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. തുളസിദാസിന്റെ രാംചരിത് മാനസില് 7 ഖണ്ഡങ്ങൾ ഉണ്ടെങ്കിലും അതില് സാത്വാ ഖണ്ഡ് ഉത്തരകാണ്ഡാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ബിഹാരി സത്സയുടെ जगन्नाथ दास रत्नागर संपादित किताब है बिहारी सत से, उसमें से जो है 1 से 50 1 തൊട്ട് 50 വരെയുള്ള ദോഹകളാണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഘനാനന്ദ് കവിത്ത് വിദ്യാനിവാസ് മിശ്രിന്റെ സമ്പാദനം ചെയ്തിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് ഒരു 1 തൊട്ട് 30 വരെയുള്ള ആ ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മീരാബായിയുടെ ഒരു പദങ്ങളുടെ സമ്പാദ്യ പുസ്തകം വിശ്വനാഥ് ത്രിപാഠിയും രചിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാരംഭത്തിലുള്ള 20 പദങ്ങളാണ്. പിന്നെ ഇതൊക്കെ തന്നെ ജോ ആധുനിക് കാൽ കെ കവി ഹെ അവരുടെ ഏതൊക്കെ രചനകളാണെന്നുള്ളതാണ് പറയുന്നത്. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദിന്റെ പ്രിയപ്രവാസ്, മൈഥിലി ശരൺ ഗുപ്തിന്റെ ഭാരത് ഭാരതിയും സാക്കേതിന്റെ 9ാമത്തെ സർഗവും, ജയശങ്കർ പ്രസാദിന്റെ ആസു, കാമായിനിയിലെ ശ്രദ്ധ, ലജ്ജ, ഈട ഈ ഭാഗങ്ങള്, നിരാലയുടെ കുറച്ച് പോയംസ് ഇതില് അവര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജൂഹി കി കലി, ജാഗോ ഫിർ ഏക് ബാർ, സരോസ് സ്മൃതി, റാം കി ശക്തി പൂജ, കുക്കുർമുത്ത, ബാന്തോ നാവ് ഇസ് ടാം ബന്ധു. പിന്നെ സുമിത്രാനന്ദ് പന്തിന്റെ പരിവർത്തൻ, പ്രഥം രശ്മി, മഹാദേവി വർമ്മയുടെ അതേപോലെ തന്നെ കുറച്ച് പോയംസ് ഇതിൽ സെലക്റ്റഡ് ആണ്. ബീൻ ബിഹു, മേ തുമ്ഹാരി രാഗിനി ഹൂ, മേ നീർ ഭരി ദുഃഖി ബദലി, ഫിർ വികൽ മേരെ പ്രാण मेरे, यह मंदिर का दीप इसे नीरव जलने दो, ദ്രുത് ജരോ ജഗത് കി ജീർണ പത്ര എന്ന് പറയുന്ന കവിതകളൊക്കെ മഹാദേവി വർമ്മയുടെയും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ രാംധാരി സിംഗ് ദിനകറിനെ നോക്കുകയാണെങ്കിൽ ഉർവശിയുടെ 3ാമത്തെ അങ്കു, രശ്മി രഥിയുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നാഗാർജുന്റെ കാളിദാസ്, ബാദൽ കോ ഗിർത്തെ ദേഖാ ഹെ, അകാൽ और उसके बाद കുർദരെ പർ, ശാസൻ കി ബന്ദൂക്, മനുഷ്യ ഹൂ എന്ന് പറയുന്ന കവിതകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അക്കയുടെ കാൽഗി ബാജ്രെ की यह दीप अकेला, हरी घास पर क्षण भर, असाध्य वीणा, कितनी नावों में कितनी बार എന്ന് പറയുന്ന കവിതകള്. അതേപോലെ തന്നെ ഭവാനി പ്രസാദ് മിശ്രിന്റെ ഗീത് ഫറോഷ് സത്പുട കെ ജംഗൽ എന്ന് പറയുന്ന കവിതയും, പിന്നെ മുക്തിബോധിന്റെ ഭൂതൽഗൽത്തി എന്ന് പറയുന്ന കവിതയും, ധൂമിലിന്റെ നക്സൽബാഡി മോച്ചിറാം, അകാൽ ദർശൻ, റോട്ടി ഓർ സൻസദ് എന്ന് പറയുന്ന കവിതയും, മുക്തിബോധിന്റെ ബ്രഹ്മരാക്ഷസും അന്ധേരമയും, അങ്ങനെ 3 കവിതകളൂടെ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ധൂമിലിന്റെ നക്സൽബാഡി മോച്ചിറാം, അകാൽ ദർശൻ, റോട്ടി ഓർ സൻസദ് എന്ന് പറയുന്ന കവിതയുമാണ് ഇതിൽ ഫൈനലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഓക്കെ, യൂണിറ്റ് 4 പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂണിറ്റ് 5 പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂണിറ്റ് 6 ഉപന്യാസാണ് വരുന്നത്. പണ്ഡിറ്റ് ഗൗരീദത്തിന്റെ ദേവ്രാനി ജേഠാഗ്നി കി കഹാനി, ലാല ശ്രീനിവാസദാസിന്റെ പരീക്ഷാ ഗുരു, പ്രേംചന്ദിന്റെ ഗോദാൻ, അഗ്ഗയുടെ ശേഖരേക് ജീവനിയുടെ ഭാഗ് 1 മാത്രമേ ഉള്ളൂ. പിന്നെ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ബാൺവട്ട് കി ആത്മകഥ, ഫണീശ്വർനാഥ് രേണുക്കെ ഉപന്യാസ് മൈലാഞ്ചൽ, യശ്പാലിന്റെ ജൂട്ടാ സച്ച്, അമൃത്ലാൽ നാഗറിന്റെ മാനസ് കാ ഹൻസ്, ഭീഷ്മസായനിയുടെ തമസ് എന്ന് പറയുന്ന ഉപന്യാസവും, കൂടാതെ ശ്രീലാൽ ശുക്ലിന്റെ രാഗ് ദർബാരി, കൃഷ്ണ സോപ്തിയുടെ ജിന്ദഗി നാമ, മന്നു ഭണ്ഡാരിയുടെ ആപ്കാ ബണ്ടി, ജഗദീഷ് ചന്ദ്രന്റെ ധർത്തി ധന്ന അപ്ന എന്ന് പറയുന്ന ഉപന്യാസ് ആണ് ഇതില് ടോട്ടൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 7 കഹാനിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രാജേന്ദ്രപാല ഘോഷ്, ബംഗമഹിള എന്നറിയപ്പെടുന്ന രാജേന്ദ്രപാല ഘോഷിന്റെ ചന്ദ്രദേവ് സെ മേരി ബാത്തെ, ദുലായ് വാലി, മാധവറാവ് സപ്രെ के एक टोकरी पर मिट्टी, सुभद्रा कुमारी चौहान की कहानी राही, प्रेमचंद की कुल मिला के 2 कहानियां हैं यहाँ पे. ईदगाह, दुनिया का अनमोल रत्न പറയുന്ന കഹാനി, രാധിക രമൺ പ്രസാദ് സിംഗിന്റെ കാനോ മേ കങ്കന, ചന്ദ്രധർ ശർമ്മ ഗുലേരിയുടെ ഉസ്നെ കഹാത്ത, ജയശങ്കർ പ്രസാദിന്റെ ആകാശ് ദീപും, പിന്നെ ജൈനേന്ദ്രന്റെ അപ്ന അപ്ന ഭാഗ്യ, ഫണീശ്വർനാഥ് രേണുവിന്റെ തീസര കസം, ലാൽപാൻ കി ബേഗം, അഗ്ഗയുടെ ഗാംഗ്രീൻ, ശേഖർ ജോഷിയുടെ കോസി കാ ഗട്വാർ, ഭീഷ്മസാനിയുടെ അമൃത്സർ ആ ഗയാ ഹെ, ചീഫ് കി ദാവത്, കൃഷ്ണ സോപ്തിയുടെ സിക്ക ബദൽ ഗയ, ഹരിശങ്കർ പ്രസാദിയുടെ ഇൻസ്പെക്ടർ മാതാദീൻ ചാന്ദ് പർ, ജ്ഞാൻ രഞ്ജന്റെ പിത,
കമലേശ്വറിന്റെ രാജാ നിർവൻസിയ, നിർമ്മൽ വർമ്മയുടെ പരിന്തെ, ഇത്രയും കഹാനിയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി യൂണിറ്റ് 8 പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നാട്ടകാണ്. അതില് ഭാരതേന്ദുയുടെ അന്തേർ നഗരി, ഭാരത് ദുർദശ, ജയശങ്കർ പ്രസാദിന്റെ ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, ധ്രുവൻ സ്വാമിനി എന്ന് പറയുന്ന നാടകങ്ങളും, ധർമ്മവീർ ഭാരതിയുടെ ഫേമസ് ആയിട്ടുള്ള അന്ധായുഗ്, ലക്ഷ്മി നാരായൺ ലാലിന്റെ സിന്ദൂർ കി ഹോളി, മോഹൻ രാകേഷിന്റെ ആധേ അധൂരെ, ആഷാഢ് ക ഏക് ദിൻ, ഹബീബ് തൻവീറിന്റെ ആഗ്ര ബസാർ, സർവേശ്വർ ദയാൽ സക്സേനയുടെ ബക്കറി, ശങ്കർ ശേഷിന്റെ ഏക് ഓർ ദ്രോണാചാര്യ, ഉപേന്ദ്രനാഥ് അശ്കിന്റെ അഞ്ജോ ദീദി, അതേപോലെ തന്നെ മന്നു ഭണ്ഡാരിയുടെ മഹാഭോജൻ. ഇത്രയാണ് നാടകങ്ങളുടെ നമ്മൾ എടുക്കുമ്പോൾ കാണുന്നത്. ഇനി യൂണിറ്റ് 9 നിബന്ധ നോക്കുകയാണെങ്കിൽ അവിടെ ഭാരതേന്ദുയുടെ ദില്ലി ദർബാർ ദർപ്പൺ, ഭാരത് വർഷോന്നതി कैसे हो सकती है, പ്രതാപ് നാരായൺ മിശ്രന്റെ ശിവമൂർത്തി, ബാലകൃഷ്ണ ഭട്ടിന്റെ ശിവശംഭു കെ ചിറ്റെ, രാമചന്ദ്ര ശുക്ലിന്റെ കവിത ക്യാ ഹെ, ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നാഖൂൻ ക്യോ ബട്ടെ ഹെ, വിദ്യാനിവാസ് മിശ്രന്റെ മേരെ രാം കാ മുക്കുട്ട് ഭീഗ് രഹാ ഹെ, അധ്യാപക് പൂർണ്ണ സിംഹിന്റെ മസ്ദൂരി और प्रेम, കുബേർനാഥ് റായുടെ ഉത്തർ ഫാൽഗുനി കെ ആസ്പാസ്, പിന്നെ വിവേകി റായുടെ ഉർജ മുസാഫിറും, നാംവർ സിംഗിന്റെ സംസ്കൃതി और സൗന്ദര്യം എന്ന് പറയുന്ന നിബന്ധാണ് നമുക്ക് സിലബസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. പിന്നെ യൂണിറ്റ് 10 ആത്മകഥ എടുക്കുമ്പോൾ ആത്മകഥയല്ല, അത് ശരിക്കും അന്യ ഗദ്യവിദ്യ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആത്മകഥ, ജീവനി, രേഖാചിത്ര, പിന്നെ സംസ്മരൺ, അത്തരത്തിലുള്ള ഒരുപാട് നിബന്ധ, അങ്ങനെ നിബന്ധല്ല, ആത്മകഥ, ജീവനി, രേഖാചിത്ര പോലെയുള്ള, സംസ്മരൺ പോലെയുള്ള ഒരുപാട് രചനകൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രാംകൃഷ്ണ വേനിപുരിയുടെ മാറ്റി കെ മൂർത്തി, മഹാദേവി വർമ്മയുടെ ടക്കുരി ബാബ, മുർദയ്യ, ശിവറാണി ദേവിയുടെ പ്രേംചന്ദ് घर में, മന്നു ഭണ്ഡാരി ഏക് കഹാനി യഹ് ഭി, വിഷ്ണു പ്രഭാകറിന്റെ ആവാര മസീഹ, ഹരിവൻഷ് റായ് ബച്ചന്റെ ക്യാ ഭൂലു ക്യാ യാദ് കരു, രമണി ഗുപ്തയുടെ ആപ് ഹുദരി, ഹരിശങ്കർ പർസായുടെ ബോലാറാം കാ ജീവ്, കൃഷ്ണചന്ദ്രന്റെ ജാമുൻ കാ പേട്, ദിനകറിന്റെ സംസ്കൃതി के 4 अध्याय, मुक्तिबोध के जो एक लेखक की डायरी, രാഹുൽ സാംകൃത്യാന്റെ മേരി തിബത്ത് യാത്ര, അഗയുടെ അരേ യായാവർ രഹേഗ യാദ് എന്ന് പറയുന്ന രചനകളാണ് യൂണിറ്റ് 10 ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഹിന്ദിയുടെ സിലബസ് എന്ന് പറയുന്നത്. ഇത് ബേസ് ചെയ്തിട്ടാണ് അധികവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ലേഖകന്റെ മറ്റു രചനകളെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പല UGC നെറ്റിന്റെ പേപ്പർ 2 ഹിന്ദി സെഷനിൽ അങ്ങനെ കാണാറുണ്ട്. എന്നിരുന്നാലും മാക്സിമം ക്വസ്റ്റ്യൻസും ഈ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള, ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു കഥൻ തന്നിട്ടുണ്ടെങ്കിൽ ആ കഥൻ ആരെ സംബന്ധിച്ചിട്ടുള്ളതാണ് കഥൻ എന്നുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന വിധത്തില് മറ്റു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഈ ഒരു ഏകദേശം 8-10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ജനറൽ ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വെറും സാമ്പിൾ MCQs മാത്രമാണ്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിന്റെ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്ന സെഷനിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ഹലോ, ഓക്കെ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് क्वेश्चन, क्या भूलू क्या याद करूं के अनुसार चम्मा की मृत्यु के समय लेखक आयु की कौन सी अवस्था में था എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്യാ ഭൂലു ക്യാ യാദ് കരു ഇതൊരു ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ സിലബസ് ഡിസ്കസ് ചെയ്തല്ലോ.
അപ്പൊ അതിന്ന് ആരുടെ ആത്മകഥയാണിത്? ക്യാ ബോലു ക്യാ യാദ് കരൂ? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യൂ. സിലബസ് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ്. ബച്ചൻ ജി. ഹരിവൻഷ് റായ് ബച്ചന്റെ ആത്മകഥയാണ് ക്യാ ബോലു ക്യാ യാദ് കരൂ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ആത്മകഥയില് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചമ്മാക്ക് മൃത്യുക്ക് സമയം, ചമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ മരണ സമയത്ത് ലേഖകന്റെ ആയുവാണ്. അപ്പൊ അതില് കൊടുത്തിരിക്കുന്നത് ഒരു 10-11 വയസ്സായിരുന്നു എന്നതാണ് ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ആ ഒരു വയസ്സല്ല കാണിച്ചിരിക്കുന്നത്, നേരെ തിരിച്ച് ടേംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യുവാവസ്ഥ, പ്രൗഢാവസ്ഥ, ലടപ്പൻ, വൃദ്ധാവസ്ഥ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഏജ് വെച്ചിട്ട് ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ലെവലിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലടപ്പൻ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. 10-11 വയസ്സുള്ള, അല്ലെങ്കിൽ ഇവിടെ ലടപ്പൻ എന്നുള്ള പദത്തിന് പകരം ചിലപ്പം ബാല്യാവസ്ഥ എന്നുള്ളത് ആയാലും മതി. അപ്പൊ നിങ്ങൾ ഇവിടെ ലടപ്പൻ എന്നുള്ള ബാല്യാവസ്ഥ എന്നാണെങ്കിൽ അങ്ങനെ. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടി വരും. ലൈക്ക് എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത്. ആ ലെവലിലുള്ള ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നേരം, कामता प्रसाद गुरु ने व्युत्पत्ति के अनुसार सार्वनामिक विशेषण के कितने भेद माने हैं? ഇത് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആദ്യ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇതില് ചോദിച്ചിരിക്കുന്ന कामता प्रसाद ഗുരുവിനെ സാർവനാമിക് വിശേഷൻ കെ കിത്നെ ഭേദ് മാനേ ഹെ എന്നല്ല. ഇവിടെയാണ് നമ്മൾ അധിക പേരും റോങ് ആൻസേഴ്സ് കൊടുക്കുന്നത്. ചിലപ്പോ തീൻ എന്ന് പറയുന്ന സംഖ്യ ഒക്കെ കൊടുക്കുന്നത് ഇവിടെ വരുന്ന ഈ ഒരു മിസ്റ്റേക്ക്, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വ്യുത്പത്തി കെ അനുസാർ സാർവനാമിക് വിശേഷൻ കെ കിത്നെ ഭേദ് മാനേ ഹെ. വ്യുത്പത്തി അനുസരിച്ച് സാർവനാമിക് വിശേഷന്റെ മൊത്തം എത്ര ഭേദമുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ദോ ആണ്. അത് രണ്ടെണ്ണം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് संज्ञा से बनने वाले जो विशेषण है सार्वनामिक विशेषण, दूसरा सर्वनाम से बनने वाले सार्वनामिक विशेषण. അപ്പോ ഈ ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ വഹ് ലടുക്ക, യഹ് ലടുക്കി എന്നൊക്കെ പറയുന്ന നേരം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സംജ്ഞാനെ വിശേഷിപ്പിക്കുകയാണ് യഹ് വഹ് എന്ന് പറയുന്ന ശബ്ദം യൂസ് ചെയ്തുകൊണ്ട്. അത് തീർച്ചയായിട്ടും എന്താണ്, संज्ञा से बनने वाले सार्वनामिक विशेषण है. इनी നമ്മൾ सर्वनाम से भी सार्वनामिक विशेषण बनते हैं. അതിന് എക്സാമ്പിൾ ആണ്, जैसे हम कहते हैं कि जो कुछ भी होगा देखा जाएगा, जो होगा देखा जाएगा. അവിടെ ജോ എന്ന് പറയുന്ന ആ ഒരു ടേം വരുന്നത്, ജോ कोई भी എന്നൊക്കെ പറയുന്ന ടേം വരുന്നത് സർവനാം से बनने वाला सार्वनामिक विशेषण का एग्जाम्पल है. അതാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയിപ്പം ചോദിച്ചുകൂടായിട്ടില്ല എക്സാമിന്, कामता प्रसाद गुरु ने व्युत्पत्ति के अनुसार सार्वनामिक विशेषण के कितने भेद माने हैं. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, വ്യുത്പത്തിക്ക് അനുസാർ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദോ ആണ് എന്നുള്ളത്. പിന്നെ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിലബസ് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്, സിലബസ് ഇപ്പൊ നോക്കിയിട്ട് എന്ത് കിട്ടാനാ, സിലബസിലുള്ള ഉള്ളത് എന്താണോ അതല്ല കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കേണ്ടതെന്നുള്ളത്. ശരിയാണ്. പക്ഷെ ചില സമയങ്ങളിൽ എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാന്നുള്ളതാണ്. ഇത് 2022 UGCയുടെ ഒരു സെഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇവിടെ സിലബസ് നോക്കിയവർക്ക് കറക്റ്റ് ആയിട്ട് ഇതില് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു സൂചിയിൽ കറക്റ്റ് 4 രചനകൾ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സൂചിയിൽ 4 രചനാകാരന് കൊടുത്തിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു 2-3 എണ്ണം കിട്ടുകയാണെങ്കിൽ തന്നെ ലാസ്റ്റത്തെ ഒന്ന് സ്വാഭാവികമായിട്ടും എളുപ്പമാവും. അല്ലെങ്കിൽ 2 എണ്ണം കിട്ടുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് ഏതെങ്കിലും എറർ തോന്നുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചിലത് ഉണ്ടായിരിക്കും.
അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മാട്ടിക്യ മൂർത്തി എന്താണ്, രാംകൃഷ്ണ ബേനിപുരിയുടെ രേഖാചിത്രാണ്. അത് ഓർത്ത് വെക്കുക, രേഖാചിത്രാണ് മാട്ടിക്യ മൂർത്തി. പിന്നെ ടക്കുരി ബാബ മഹാദേവി വർമ്മയുടെ രചനയാണ്. ടക്കുരി ബാബ മഹാദേവി വർമ്മയുടെ രചനയാണ്. ജാമുൻ കാ പേട് കൃഷ്ണചന്ദ്രന്റെ ആണ്. അതേപോലെ തന്നെ ആപ് ഹുദരി രമണിക ഗുപ്തയുടെ രചനയാണ്. അപ്പൊ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾ പോയി സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് സിലബസിൽ കൊടുത്തിട്ടുള്ള അന്യഗതി വിധായ എന്നുള്ള ആ സെക്ഷനിൽ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ രചനകളൊക്കെ. അപ്പം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത്, സോറി, ഓക്കെ, ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഒരു രചനകളിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ യുഗ്മാണ്, ഏതൊക്കെ കോംബോ ആണ് ശരി എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് മൂർഖത മേരി ജന്മജാത വിരാസത്തി എന്നുള്ളതാണ്. അത് മുർദയ്യയിലെ കഥനാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് कर्म बहुत से आघात सहने का एकमात्र उपाय होता है, एक बूंद सहसा उछली. മൂന്നാമത്തത് जनविज्ञान की पहली कसौटी रंग की है, माटी की मूर्ति. പിന്നെ आरंभ जितना महत्वपूर्ण होता है, अंत उतना ही महत्वहीन, आवारा मसीहलയുടെ. പിന്നെ किसी भी शासन के दो प्रमुख अंग होते हैं, सुरक्षा और विधि व्यवस्था, क्या भूलू क्या याद करू. അപ്പൊ ഇതില് നമ്മള് ഈ ടെക്സ്റ്റുകളൊക്കെ ചിലപ്പോൾ വായിച്ചിരിക്കുന്നത് നമുക്ക് ചില സമയങ്ങളിൽ ഉപകാരപ്പെടും. ഈ പറയുന്ന ടെക്സ്റ്റുകളൊക്കെ ചിലതൊന്നും നമ്മൾ വായിച്ചിട്ട് ഉണ്ടാവില്ല, എന്നാലും ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ കഥൻ മൂർഖത മേരി ജന്മജാത വിരാസത്തി മുർദയ്യ, അത് കറക്റ്റ് ആണ്. മുർദയ്യയിലെ തന്നെ കഥനാണത്. മുർദയ്യ ഒരു ദളിത് ആത്മകഥയാണ്. അപ്പൊ അതില് ദളിത് വിഭാഗിന്റെ മൂർഖതയെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ലേഖകൻ തന്നെ എഴുതുന്നതാണ് മൂർഖത മേരി ജന്മജാത് വിരാസത്തി എന്ന് പറയുന്നത്. പിന്നെ കർമ്മ ബഹുത് സെ ആഘാത് സഹനെ കാ ഏകമാത്ര ഉപായ ഹോത്താ ഹൈ. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് ഏക് ബൂന്ദ് സാസ ഉച്ഛലിയല്ല. നിങ്ങൾ ഗൂഗിളില് അഗ്ഗയുടെ കവിത നികഷ് എന്ന് പറയുന്ന ഒരു പ്രോസിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതില് അഗ്ഗയുടെ ഏക് ബൂന്ദ് സാസ ഉച്ഛലി, അരേയാവർ രഹേഗ യാദ് എന്ന് പറയുന്ന ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാവുന്നതാണ്, UGC നെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ ഈ ഒരു കഥൻ വന്നിരിക്കുന്നത് അരേയാവർ രഹേഗ യാദ് എന്ന് പറയുന്ന സെക്ഷനാണ്. പിന്നെ മൂന്നാമത്തത് ജൻവിജ്ഞാൻ കി പെഹ്ലി കസോട്ടി രംഗ് കി ഹെ, മാട്ടി കി മൂർത്തി. ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇത് രാംധാരി സിംഗ് ദിനകറിന്റെ രാഷ്ട്രപർ എ കിതാബ് ഹെ. ആ ബുക്കിന്റെ പേര് എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. UGC നെറ്റിലുള്ള ബുക്കല്ല അത്, പുറമേന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അത് രാംധാരി ദിനകറിന്റെ കഥനാണ്, രാംകൃഷ്ണ ബേനിപുരിയുടെ അല്ല, മാട്ടിക്ക് മൂർത്തിന്ന് വന്നതല്ല. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആരംഭ ജിത്ന മഹത്വപൂർണ്ണ ഹോത്താ ഹെ, അന്ത് ഉത്നാ ഹി മഹത്വഹീന. ആരംഭ ജിത്ന മഹത്വപൂർണ്ണ ഹോത്താ ഹെ, അന്ത് उतना ही महत्वहीन. ഇത് ആവാര മസീഹയിലെ തന്നെ കഥനാണ്. किसी भी शासन के दो प्रमुख अंग होते हैं, सुरक्षा और विधि व्यवस्था, क्या बोलूं क्या याद करूं. ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് റോങ് ആയി കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഓപ്ഷൻ ബി, कर्म बहुत से आघात सहने का उपाय होता है. പിന്നെ जनविज्ञान की पहली कसौटी रंग की है. ഈ രണ്ട് കഥനാണ് ഇതിൽ റോങ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോറി, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് ബൈ മിസ്റ്റേക്ക് അത് പോകണ്ടായി. ഓക്കെ,
സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? Yes, yes. ഹലോ, Yes, yes. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒരു കഥനാണ്. നമ്മുടെ വെസ്റ്റേൺ ലിറ്റററി ക്രിറ്റിസിസം എന്ന് ചോദിച്ച ഒരു കഥൻ. केवल अतीत ही वर्तमान के रूप को मर्यादित नहीं करता, वर्तमान भी अतीत को प्रभावित करता है. വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ BA ടെക്സ്റ്റിലൊക്കെ പഠിച്ചു വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. കേവൽ അതീത് ഹി വർത്തമാൻ के रूप को मर्यादित नहीं करता, वर्तमान भी अतीत को प्रभावित करता है. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് പാശ്ചാത്യ വിചാരക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രോയിഡിന് കൊടുത്തിട്ടുണ്ട്, ഇലേറ്റിന് കൊടുത്തിട്ടുണ്ട്, ക്രോച്ചേനെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റെനൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതില് എലിയറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഈ ഒരു ഇത് നമ്മൾ കറക്റ്റ് ഒരു ടേബിൾ ഒക്കെ വെച്ച് BA അല്ലെങ്കിൽ MA ക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. ഹിന്ദി കാ വികാസ് എന്ന് പറയുന്നത്, അപഭ്രംശിലൂടെ ഹിന്ദി കാ വികാസ് എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പൂർവി ഹിന്ദി കാ വികാസ് കിസ് അപഭ്രംശ് സെ ഹുവാ ഹെ എന്നുള്ളതാണ്. 4 അപഭ്രംശ് കൊടുത്തിട്ടുണ്ട്. ഷോർസേനി അപഭ്രംശ്, അർദ്ധമാഗ്ധി അപഭ്രംശ്, മഹാരാഷ്ട്രി അപഭ്രംശ്, അതേപോലെ തന്നെ മാഗധി അപഭ്രംശ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിൽ അതൊന്ന് ആ ടേബിൾ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഷോർസേനി അപഭ്രംശിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് രാജസ്ഥാനിയും പശ്ചിമി ഹിന്ദിയും ഷോർസേനി അപഭ്രംശ് എന്നാണ് വരുന്നത്. അർദ്ധമാഗ്ധി പൂർവി ഹിന്ദി, അതായത് അർദ്ധമാഗ്ധി പൂർവി വികാസ് जो है अर्धमागधी अपभ्रंश से हुआ है. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൂർവി ഹിന്ദിയുടെ വികാസ് ഏത് അപഭ്രംശാണ് സംഭവിച്ചതെന്നുള്ളതാണ്. അത് അർദ്ധമാഗധി അപഭ്രംശാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ മാഗധി അപഭ്രംശം എടുക്കുമ്പോൾ ബിഹാരി ഹിന്ദിയുടെ വികാസ് വന്നിരിക്കുന്നത് മാഗധി അപഭ്രംശാണ്. പഹാഡി ഹിന്ദിയുടെ ഖസ് എന്ന് പറയുന്ന അപഭ്രംശാണ് ഉത്ഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. ഈ പശ്ചിമി ഹിന്ദിയിൽ നിന്ന് ഉള്ള ബോലികളുടെ ഏതൊക്കെയാണ് ബോലികൾ എന്നുള്ളത്, പൂർവി ഹിന്ദിയിൽ നിന്ന് ഏതൊക്കെയാണ്, രാജസ്ഥാനിൽ നിന്ന് ഏതൊക്കെയാണ്, ബിഹാരി പഹാഡിയിലൊക്കെ ഏതൊക്കെ ബോലികളാണ് വരുന്നത് എന്നുള്ളതും ഈ ഒരു ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാനി നോക്കുകയാണെങ്കിൽ അവിടെ മാർവാടി, പിന്നെ ജയ്പൂരി, മേവാത്തി, മാൽവി എന്ന് പറയുന്ന ബോലികളൊക്കെ തന്നെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പശ്ചിമി ഹിന്ദിയിൽ കൗർവി, ഹരിയാൻവി, ബ്രജ്, കന്നൗജി, ബുന്ദേലി എന്ന് പറയുന്നത്. ഇനി ചിലപ്പോ ഈ ഒരു സെഷനില് പൂർവി ഹിന്ദിയുടെ വികാസ് ഏത് അപഭ്രംശാന്ന് ചോദിച്ച സ്ഥിതിക്ക് പൂർവി ഹിന്ദിയിൽ ഉൾപ്പെടുന്ന ബോലി അടുത്ത സെഷനിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, പൂർവി ഹിന്ദിയിൽ ഉൾപ്പെടുന്ന ബോലികൾ ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ അവധി, ബഘേലി, ഛത്തീസ്ഗഡി, ഇത് 3 മറക്കാതിരിക്കുക. ഇത് ഈ ഒരു സെഷനിൽ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും പക്കയാണ്, അതായത് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഹിന്ദി ഭാഷാ വികാസിലെ അപഭ്രംശിന്ന് ഹിന്ദിയുടെ വികാസം എന്ന് പറയുന്ന ആ ഒരു സെഷൻ ഒരുവിധം എല്ലാ ഇയറും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ്. ഓക്കെ, ഇത് നമ്മളുടെ പത്രികയുടെ സെക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഉദൻ മാർത്താണ്ഡ് ഉണ്ട്, ബംഗദൂത് ഉണ്ട്, ഹിന്ദി ബംഗ്വാസി ഉണ്ട്, അതേപോലെ തന്നെ ഭാരത് ജീവൻ ഉണ്ട്. ഇപ്പോ ഓൾറെഡി നമുക്ക് ഇതില് അറിയാമായിരിക്കും, ഉദൻ മാർത്താണ്ഡ് ജോ ഹെ ജുഗൽ കിഷോർ കി രചന ഹെ, ബംഗദൂത് അതേപോലെ തന്നെ രാജാറാം മോഹൻ റായ്ഡെയാണ്, ബംഗ്വാസി ജോ ഹെ രാമകൃഷ്ണ യോഗേഷ് ചന്ദ്ര ബസുവിന്റെ ആണ്, ഭാരത് ജീവൻ രാമകൃഷ്ണ വർമ്മയുടെ ആണ്. അപ്പോ ഇത്തരത്തില് പത്രികയുടെ സെക്ഷനും നിങ്ങൾ എന്താണ് മിസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമിത സിംഗിന്റെ വർത്തമാൻ പോലെയുള്ള പത്രികയെ പറ്റിയിട്ടൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പൊ ആ ഭാഗവും നിങ്ങൾ ഹിന്ദി പത്രപത്രിക എന്ന് പറയുന്നത് അതിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്ന് വിചാരിക്കരുത്, അതിന്നും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ വരുന്നത് സാഹിത്യക ഇതിഹാസ്, അതാണ് ഞാൻ
ഫസ്റ്റ് പറഞ്ഞത് സാഹിത്യക ഇതിഹാസ് ദർശൻ, പിന്നെ സാഹിത്യ ഇതിഹാസ് ലേഖൻ എന്ന് പറയുന്ന ആ ഒരു സെഷൻ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ലെവലിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോ സോറി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് रेवंत गिरिराज की रचना विजय सेन सूरी द्वारा 1203 ईस्वी में की. नेमिनाथ राज की रचना सुमति गणी ने 1213 ईस्वी में की थी. स्थूली भद्र राज की रचना जिन धर्म सूरी ने 1209 ईस्वी में की थी. श्रावकाचार्य की रचना देवसेन ने 913 ईस्वी में की थी. चंदन बाला राज की रचना അസാഗു ആണ്. അസാഗുവിനെ 1204 ईस्वी में की थी. അപ്പൊ ഇതില് നമ്മൾ നോക്കുന്നേരം ഒരുവിധം രചനകളും രചനാകാരും ഒക്കെ തന്നെ ശരിയാണ്. രേവന്ത് ഗിരിരാസിന്റെ രചനാകാര വിജയസേൻ സൂര്യാണ്. നേമിനാഥ് രാസിന്റെ സുമതി ഗണിയാണ്. സ്ഥൂലിഭദ്രരാസിന്റെ ജിൻധർമ്മ സൂര്യാണ്. ശ്രാവകാചാര്യന്റെ ദേവസേൻ ആണ്. ചന്ദൻ ബാല രാസിന്റെ അസാഗു ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതില് ഇയർ ആണ്. പക്ഷെ ഇവിടെ ഒന്നാമത്തത് രേവന്ത് ഗിരിരാസ് की रचना വിജയസേൻ സൂര്യനെ 1203 ईस्वी എന്നാണ് 1203 ईस्वी എന്നാണ് പറയുന്നത്. പക്ഷെ 3 അല്ല, 31 ആണ്. 1213 രേവന്ത് ഗിരിരാസ് രചന നടക്കുന്നത് വിജയസേൻ സൂരി ദ്വാര. പിന്നെ നേമിനാഥ് രാസിന്റെ രചന സുമതി ഗണി ദ്വാര, ഇത് ശരിയാണ്, 1213 സ്ഥൂലിഭദ്ര രാസിന്റെ ജിനധർമ്മ സൂര്യനെ 1209, ഇതും ശരിയാണ്. പിന്നെ ശ്രാവകാചാര്യന്റെ രചന ദേവസേൻ തന്നെയാണ് ചെയ്തത്. പക്ഷെ 1933 ആണ് ഇതിന്റെ രചനാക്കാല് വരുന്നത്. അപ്പൊ ഇവിടെ 1913 അല്ല, 33 ആണ് ഇതിന്റെ രചന വരുന്നത്. ചന്ദൻ ബാല രാസ് की रचना അസാഗുനെ കീത്തി, ഇതും ശരിയാണ്. പക്ഷെ 1219 ईस्वीക്ക് ആസ്പാസ് इसकी രചന അങ്ങനെയാണ് റെഫർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് രസനിഷ്പത്തിയുടെ വ്യാഖ്യാകാരനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. अपो रस निष्पत्ति के व्याख्याकारों में किसने अनुमान को महत्व देकर चित्रतुरंग न्याय की चर्चा की है? അപ്പം ചിത്രതുരംഗ് ന്യായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു കാണും. ഒരു ചിത്രത്തില് ഒരു കുതിര ഓടുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു അനുഭൂതി തോന്നും. കുതിര ഓടുന്നുണ്ട് എന്നുള്ള ഒരു അനുഭൂതി തോന്നുന്നത് പോലെ രാമായണം നാടകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവിടെ രാമന്റെ വേഷം ചെയ്യുന്ന ആൾ രാമനാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതായത് കുതിര ഓടുന്നതായിട്ട് നമ്മൾ അനുമാനിക്കുന്നു. അതേപോലെ തന്നെ രാമന്റെ വേഷം ചെയ്യുന്ന ആൾ രാമനാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ അനുമാനത്തിന് മഹത്വം കൊടുക്കുന്ന ഈ ഒരു സിദ്ധാന്തം ആരാണ് നിർവചിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമിതിവാദ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ശങ്കുകിന്റെ സിദ്ധാന്തമാണ്. അപ്പൊ ശങ്കുകിന്റെ അനുമാനം ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ചിത്രതുരംഗ് ന്യായം എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഭട്ട് ലോലട്ട് ഉണ്ട്, ഭട്ട് നായക് ഉണ്ട്, അഭിനവ് ഗുപ്ത ഉണ്ട്. ഭട്ട് ലോലട്ടിന്റെ സിദ്ധാന്തം എന്താണ്? അപ്പം ഞാൻ ഈ ഓപ്ഷൻസ് ഒക്കെ തന്ന സ്ഥിതിക്ക് ജസ്റ്റ് അവരുടെ സിദ്ധാന്തം മാത്രം അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഭട്ട് ലോലട്ടിന്റെ സിദ്ധാന്തം ഉത്പത്തിവാദാണ്. ശങ്കുകിന്റെ അനുമാനം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അനുമിതിവാദാണ് ശങ്കുകിന്റെ സിദ്ധാന്തം. ഭട്ട് നായകിന്റെ സിദ്ധാന്തം ഏതാണ്? ഭുക്തിവാദാണ് ഭട്ട് നായകിന്റെ സിദ്ധാന്തം. പിന്നെ അഭിനവ് ഗുപ്തിന്റെ സിദ്ധാന്തം അഭിവ്യക്തിവാദ്. ഈ ഒരു സെഷനും കാവ്യശാസ്ത്രത്തിന്റെ രസനിഷ്പത്തി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഭാഗവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുവിധം എല്ലാ ഇയറും ഈ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി
ഇനി ചോദിച്ചിരിക്കുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ നാടകങ്ങളുടെ യഥാർത്ഥ ഈ കാലഘട്ടം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇതില് ആദ്യം വരുന്നത് വിദ്യാസുന്ദറാണ്. വിദ്യാസുന്ദറിന്റെ കാലഘട്ടം 1868 ആ ഒരു കാലഘട്ടമാണ്. പിന്നെ വരുന്നത് സത്യഹരിശ്ചന്ദ്ര ഉണ്ട്. സത്യഹരിശ്ചന്ദ്ര 1876 ആ ഒരു പീരീഡാണ് സത്യഹരിശ്ചന്ദ്രന്റെ കാലഘട്ടം വരുന്നത്. മുദ്രാരാക്ഷസിന്റെ 1878, അതേപോലെ തന്നെ സതി പ്രതാപ് 1883 കാലഘട്ടമാണ്. അതിൽ ഭാരത് ദുർദശയുടെ ആദ്യത്തെ പ്രകാശനം കാണിച്ചിരിക്കുന്നത് 1875 1875. അപ്പോ ഈ ഒരു ഓർഡറിലാണ് വിദ്യാസുന്ദർ, ഭാരത് ദുർദശ, സത്യ ഹരിശ്ചന്ദ്ര, മുദ്രാരാക്ഷസ്, സതി പ്രതാപ് എന്ന് പറയുന്ന ഓർഡറിലാണ് ആ ഒരു കാലഘട്ടം പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മളുടെ ഒരു മോക്ക് ടെസ്റ്റ് പറയുന്ന മോക്ക് ടെസ്റ്റ് അല്ല, ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളേ ഉള്ളൂ. ഇനി വരുന്ന സെഷനിൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് 10-50 ക്വസ്റ്റ്യൻസ് ഓരോ സെഷൻ വെച്ചിട്ട് കവർ ചെയ്യും. അതിന്റെ കൂടെ തന്നെ അതിന്റെ ബാക്കി ഓപ്ഷൻസിന്റെ റെലവൻസും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വിധത്തിൽ ക്ലാസ്സുകൾ മാനേജ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ കാര്യമായിട്ട് നോക്കണം, അതേപോലെ തന്നെ ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്ട്രാറ്റജി UGC നെറ്റ് പേപ്പർ 2 വേണ്ടിയിട്ട് എന്തായിരിക്കണം, അതായത് ഞാൻ എന്ത് സ്ട്രാറ്റജി കാര്യങ്ങളാണ് യൂസ് ചെയ്തത് എന്നുള്ള ആ ലെവലിലുള്ള ഡിസ്കഷൻ ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഇനി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട കീ ഏരിയാസ് എന്ന് പറയുന്നത് ലിറ്റററി പീരിയഡ് ആൻഡ് മൂവ്മെന്റ്സ് ആണ്. നിങ്ങളുടെ ആദ്യകാല തൊട്ടിട്ട് ആധുനിക കാലം വരെയുള്ള സമയം, വിവിധ ഭക്തി രീതി പോലെയുള്ള ഭക്തി ആന്തോളൻ, അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഒന്നാമത് ആദ്യമായിട്ട്, അതായത് പ്രയോറിറ്റി നിങ്ങളുടെ അതിലായിരിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ മേജർ റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്. ഇപ്പം ഈ മേജർ റൈറ്റേഴ്സ് പറയുന്ന നേരം ഇങ്ങനെയല്ല, ഒരു ആധുനിക കാലിലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര തൊട്ടിട്ട് ഇനിയിപ്പോ അഗ്ഗേ ആ ഒരു കാലഘട്ടം വരെ ചോദിക്കുള്ളൂ എന്നുള്ള ലെവലിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ കണ്ടംപററി ഏരിയയിൽ ആരൊക്കെയാണ് എഴുതുന്നത് എന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് വേണം. ഇപ്പൊ ജയശ്രീ റോയിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഭഗവാൻ ദാസ് മോർവാളെ പോലെയുള്ള സമകാലീന ഓതേഴ്സ് ആരൊക്കെയാന്നുള്ള ഒരു ഐഡിയ കൂടി നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങളിപ്പോ UGC നെറ്റ് JRF വേണ്ടിയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശം കേവലം ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാന്നുള്ളതല്ല. നേരെ മറിച്ച് UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിലേക്ക് അല്ലെങ്കിൽ റിസർച്ച് ലെവലിലേക്ക് പോകുന്ന നേരം നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു നോളേജ് ബിൽഡ് ചെയ്യാൻ കൂടെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് കണ്ടംപററി റൈറ്റേഴ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു അവധാരണ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയ പ്രിൻസിപ്പിൾ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പാശ്ചാത്യ, അതേപോലെ തന്നെ ഭാരതീയ ഏവം പാശ്ചാത്യ കാവ്യശാസ്ത്ര, നമ്മള് ഭട്ട് ലോലിട്ട്, ഭട്ട് നായക്, ശങ്കുക്ക്, അഭിനവ് ഗുപ്ത്, ഇത്തരത്തിലുള്ള ആചാര്യ ദണ്ഡി, അലങ്കാർ സിദ്ധാന്തിന്റെ വാമൻ, ഇത്തരത്തിലുള്ള ആചാര്യന്മാരുടെ സിദ്ധാന്ത കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഒരു ബേസിക് നോളേജ് അവിടെ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റിലേക്ക് വരുന്ന നേരം നമ്മളുടെ സ്വര ഉച്ചാരണങ്ങള്, അർദ്ധവൃത്ത്, സംവൃത്ത്, ഇതൊക്കെ എന്താണ്, ഓരോ സൗണ്ട് എങ്ങനെയാണ്, പ്രൊണൗൺസിയേഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സയന്റിഫിക് സെക്ഷൻ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. അതിന് നിങ്ങളുടെ ഭോലാനാഥ് തിവാരിയുടെ ഭാഷാവിജ്ഞാൻ പോലെയുള്ള പുസ്തകങ്ങൾ നിങ്ങളെ
ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മളുടെ വൈചാരിക് പൃഷ്ഠഭൂമി, ദളിത്, ആദിവാസി, സ്ത്രീ സാഹിത്യത്തെ പറ്റിയിട്ട്, ഗാന്ധിവാദ ദർശനെ പറ്റിയിട്ട് ഒക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നിങ്ങൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. UGC നെറ്റിൽ മേജർ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏരിയാസ് ഇതൊക്കെയാണ്. പിന്നെ ഇനി നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ സിലബസിന് പറ്റിയിട്ട് ഒരു റെഗുലർ സ്റ്റഡി, നിങ്ങൾ റുട്ടീനിൽ ഇത് ഉണ്ടായിരിക്കണം. അതായത് അധിക സമയം നിങ്ങൾ എത്ര സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് നിങ്ങൾ ആ ഒരു സമയം എത്ര പ്രൊഡക്റ്റീവായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും, PYQs അറ്റൻഡ് ചെയ്യാനാണെങ്കിലും, മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുള്ളതാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഷെഡ്യൂൾ വേണം. ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ റിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത്ര സമയം ഞാൻ ഇത് PYQs അല്ലെങ്കിൽ MCQസിനായിട്ട് മാറ്റിവെക്കുന്നു, മറ്റ് ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഇത്ര സമയം മാറ്റിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ വേണം നിങ്ങൾ എവിടെയൊക്കെ ഈ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഫോർ ഈച്ച് യൂണിറ്റ്. നമുക്ക് ഇപ്പം എല്ലാ രചനകളൊന്നും വായിക്കുക എന്നുള്ളത് പോസിബിൾ ആയിന്ന് വരില്ല. അതായത് ശരിക്കും UGC നെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയി കിടക്കുന്ന ഒരു മഹാസമുദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ രചനകളും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പഠിക്കാൻ തുടങ്ങുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഹെൽപ്പ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഓരോരോ രചനകളിലും ഏതൊക്കെയാണ് ഈ രചന ഏത് കാലഘട്ടത്തിൽ രചിച്ചതാണ്, ഇതിന്റെ രചനയുടെ ഇത് ഏത് വിധികളിൽ പെടുന്ന രചനയാണ്, അതേപോലെ തന്നെ ഇതിൽ ഏതൊക്കെ പാത്രങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റിനും, അതേപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് സാഹിത്യക ഇതിഹാസം ആണെങ്കിലും അതിനൊക്കെയുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. പിന്നെ സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാന്നുള്ള ഒരു രീതി വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോരോ വർഷവും മാറി മറിയുന്ന ട്രെൻഡിനെ മനസ്സിലാക്കുക എന്നുള്ളത്, അതനുസരിച്ച് നമ്മളുടെ സ്ട്രാറ്റജി മാറ്റുക, അതനുസരിച്ച് നമ്മൾ നോളേജ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു നമ്മളുടെ പിക്സൽ എഡ്യു ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങളുടെ നോളേജ് എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, JRF തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ബന്ധം വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ്. ഈ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ തന്നെ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ധാരണ ഉണ്ടാവും ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ച് ചിന്തിച്ചെടുക്കുന്ന സമയം നമുക്ക് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കാൻ അത് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് റെഫറൻസ് ബുക്ക്, കൂടുതലായിട്ടും ഈ ഗൈഡ് കാര്യങ്ങളൊക്കെ ആശ്രയിക്കുന്നതിനേക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ എഡ്യു ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അവർ ഒരുപാട് പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ശരിയായ നോളേജ് തരുന്നത്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഗൈഡുകളിലൊക്കെ പല സമയങ്ങളിൽ പല മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ തന്നെ വരാറുണ്ട്. അപ്പൊ അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.
പിന്നെ നമ്മൾ അതിൽ റെക്കമെൻഡഡ് ബുക്സിന്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ബുക്കിന്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഒന്ന് ആചാര്യ ഈ ഒരു ശുക്ലിക ഇതിഹാസ് എന്ന് പറയുന്നത് വായിക്കുന്നത് അത്ര സിമ്പിൾ അല്ല. ആദ്യത്തെ രഹ്നാസ് മാം മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ടല്ലോ. ഹലോ, എന്തോ ഒരു ചെറിയൊരു സിഗ്നലിന്റെ പ്രശ്നമുണ്ട്. മൈക്കൊന്ന് അൺമ്യൂട്ട് ആക്കിയാൽ മതി. റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ക്യാമറ ഓഫ് ആക്കി നോക്കാം. രഹ്നാസ് മാം കേൾക്കുന്നുണ്ടോ? ഹലോ രഹ്നാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. രഹ്നാസ് മാമിന് ചെറിയ എന്തോ ഒരു ഓക്കെ. രഹ്നാസ് മാം കേൾക്കുന്നുണ്ടോ? രഹ്നാസ് മാം യെസ് യെസ് ഇപ്പൊ കേൾക്കാം. ഹലോ ഹലോ ഓഡിബിൾ ആണോ? യെസ് യെസ് കേൾക്കുന്നുണ്ട്. ഓക്കെ കേൾക്കുന്നുണ്ട്. ഓഡിബിൾ ആണോ? യെസ് യെസ്. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, ഹലോ. യെസ് ഓക്കെ കാണുന്നുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രഹ്നാസ് മാം കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വേറെ ആരെങ്കിലും മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് സംസാരിക്കാവോ? എനിക്ക് ഹലോ പറയുന്നത് കേൾക്കുന്നില്ല ഇങ്ങോട്ട്. ഹലോ 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 രഹ്നാസ് കേൾക്കുന്നുണ്ടോ? ഐ തിങ്ക് രഹ്നാസ് ചെറിയൊരു റേഞ്ച് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. രഹ്നാസ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് ഇതില് മെസ്സേജ് ചെയ്യാവോ, ചാറ്റ് ചെയ്യാവോ? യെസ് ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് റെക്കമെൻഡഡ് ബുക്സിന്റെ കാര്യമാണ്. ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ ഹിന്ദി സാഹിത്യക ഇതിഹാസമാണ് ഞാൻ നമ്പർ 1 വെക്കുന്നത്. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ കേട്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഈ ഒരു പുസ്തകം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. 1-2 പേജുകൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ ഭയങ്കര മടുപ്പ് പിടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെയുള്ള ആ ഒരു ലെവലിലെ ആളുകൾ സംസാരിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കറിയാം ഇത് ഒരു
സംസ്കൃത് ശബ്ദിന്റെ ഭർമാറാണെന്നുള്ള വിധത്തിലൊക്കെ ആൾക്കാരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതറിയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട, ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ നിന്ന് ഡീപ്പായിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് പല സെഷനിൽ ചോദിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു UGC നെറ്റ് എക്സാമിൽ ചോദിക്കുകയുണ്ടായി, ഈ മഹാസുക്വാദിന്റെ സുക്വാദിൽ നിർവാണിന്റെ 3 ലക്ഷണങ്ങൾ, 3 ആവശ്യകതകൾ എന്തൊക്കെയാന്നുള്ള വിധത്തിലുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ച് കാണുകയുണ്ടായി. അപ്പൊ അതില് ആ ഒരു ചോദ്യം ഞാൻ ആ ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും എന്നുള്ളത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു തവണയെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ ഛായാവത് വരെയുള്ള കാലഘട്ടമാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതെങ്കിൽ പോലും ഒരു തവണയെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പുസ്തകം ഒന്ന് ഓടിച്ച് വായിച്ചിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നഗേന്ദ്ര കാ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്, ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് എന്ന് പറയുന്ന രചനയുണ്ട്. ഒരുപാട് പേജസ് ഒക്കെ ഉള്ള വലിയൊരു പുസ്തകമാണ് നഗേന്ദ്ര കാ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. പക്ഷെ നെറ്റിന്റെ ബേസ് ചെയ്ത് വെച്ച് നോക്കുന്നേരം നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് നഗേന്ദ്ര കാ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ്. പിന്നെ നാംവർ സിംഗിന്റെ ആധുനിക് ഹിന്ദി സാഹിത്യക്ക് പ്രവൃത്തിയ എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. അതിൽ ഛായാവാദിനെ പറ്റിയിട്ടും മറ്റ് പ്രവൃത്തികളെ പറ്റിയൊക്കെ തന്നെ വളരെ യൂണീക്കായി തന്നെ നാംവർ സിംഗ് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ ആലോചനയെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ രാംവിലാസ് ശർമ്മയുടെ ആലോചന കെ നയെ ആയാം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. വിശ്വനാഥ് ത്രിപാഠിയുടെ കാവ്യക്കി ഭാഷ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. പിന്നെ രാം സ്വരൂപ് ചതുർവേദിയുടെ ഹിന്ദി സാഹിത്യക്ക് സംവേദന കാ വികാസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകം ഇതിൽ ഒരുപാട് നോളേജ് ഉണ്ട്. പണ്ഡിറ്റ് രാം സ്വരൂപ് ചതുർവേദിയുടെ ഹിന്ദി സാഹിത്യക്ക് സംവേദന കാ വികാസ് നിങ്ങൾ പലരും വായിച്ചിട്ടും ഉണ്ടാവും. ഒരുപാട് നോളേജ് തരുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകത്തിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് അത് വളരെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഫൈലാഹുവ അല്ലെങ്കിൽ വിസ്തൃത് ജാൻകാരിയാണ് അതിലുള്ളത്. ഭയങ്കര വ്യാപിച്ചാണ് കിടക്കുന്നത് അതില് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഈ ഒരു പുസ്തകം റെഫർ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ആ ഒരു പുസ്തകത്തെ നിങ്ങൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും രാം സ്വരൂപ് ചതുർവേദിയുടെ ഹിന്ദി സാഹിത്യക്ക് സംവേദന കാ വികാസ് എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദി ക ഗദ്യ സാഹിത്യ രാമചന്ദ്ര തിവാരിയുടെ നിങ്ങൾ ഉപന്യാസ് കഹാനിയുടെ കാലക്രമം അതേപോലെ തന്നെ അതിലെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു പുസ്തകമാണ് ഹിന്ദി ക ഗദ്യ സാഹിത്യം എന്ന് പറയുന്ന രാമചന്ദ്ര തിവാരിയുടെ ബുക്ക്, ആ ഒരു പുസ്തകം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡഡ് ബുക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ എത്രത്തോളം സമയം ഈ ഒരു UGC നെറ്റ് JRF എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിലല്ല കാര്യം. നേരെ തിരിച്ച് നിങ്ങൾ ആ ഒരു സമയത്തെ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ ഒരു 2-3 മണിക്കൂറെങ്കിലും ദിവസം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കാര്യമായി ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ, ചിലവർക്ക് മറ്റേ വൈചാരിക് പൃഷ്ഠഭൂമി ആയിരിക്കും, ചിലവർക്ക് ലിറ്റററി ക്രിറ്റിസിസം ആയിരിക്കും, ചിലവർക്ക് പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അന്യഗദ്യവിധ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പലർക്കും പല ഡിഫിക്കൽട്ട് യൂണിറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ട് യൂണിറ്റിൽ കുറച്ചുകൂടെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് കുറച്ചുകൂടെ നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസിന്റെ ഒക്കെ തന്നെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ സ്വയം വിലയിരുത്തുക. അപ്പം ഇന്നൊരു PYQ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചു,
എത്രത്തോളം ഇംപ്രൂവ് ആവുന്നുണ്ട്, ഓരോ ഡേ ബൈ ഡേ നിങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ആവുന്നുണ്ട് എന്നുള്ള സെൽഫ് അസസ്മെന്റ് നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ റെഗുലർ റിവിഷൻസ്. ഇപ്പം ചുമ്മാ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് അവിടെ മടക്കി വെച്ച് എന്നുള്ളതിൽ കാര്യമില്ല. അതെടുത്ത് റിവൈസ് ചെയ്യുക. അതായത് ആ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ആ നോട്ട്സിൽ എഴുതി വെച്ചിട്ടുള്ളത് അതൊന്ന് ചുമ്മാ റിവൈസ് ചെയ്ത് പോകുന്നതും നിങ്ങളെ സ്റ്റഡീനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വർഷം തന്നെ ഞാനിത് ക്രാക്ക് ചെയ്യുന്നുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അഥവാ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വെൽക്കം ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങള് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതല്ല ഇനിയിപ്പോ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കും ഈ ഇപ്പൊ ചാറ്റ് ബോക്സിലും കാര്യങ്ങളായിട്ട് പറയാം കേട്ടോ. ക്ലാസ് നന്നായിരുന്നു. എനിക്ക് ഷബാബ് സാറിന്റെ വോയിസ് എനിക്ക് ഓഡിബിൾ അല്ല. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയട്ടോ, ക്ലാസ് നന്നായിരുന്നോ. അപ്പം വേറെ എന്തെങ്കിലും സജഷനൊക്കെ നമുക്ക് തരാനുണ്ടെങ്കിൽ അത് തരാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എപ്പോഴും ഒരു ഫീഡ്ബാക്ക് എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. അപ്പൊ നിങ്ങൾക്ക് അത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ചാറ്റ് ബോക്സിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൃത്യമായുള്ള ഡീറ്റെയിൽസും പറഞ്ഞു തരാം. ഹലോ, ഹലോ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വെൽക്കം ചെയ്യാണ്. അതെനിക്ക് ചെറുതായിട്ട് ഓഡിയോ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്താണ് ആരെങ്കിലും ആരോ ഒന്ന് സംസാരിച്ച് തുടങ്ങിയിരുന്നല്ലോ. പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, നമുക്കിപ്പോ സിലബസിനകത്ത് കവർ ചെയ്യാൻ തന്നെ കുറെ കവിതകള്, കഥകള്, അതുപോലെ തന്നെ ഉപന്യാസം, നാടകമൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം തന്നെ വായിക്കണത് പോസിബിൾ ആണോ, അതോ നമുക്കിതെല്ലാം വായിക്കേണ്ടി വരുമോ ഈ ഒരു ഇത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഈ 2 monthsനുള്ളിൽ ഇതെല്ലാം കൂടി വായിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ. ഇത് എല്ലാം കൂടെ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഇതിന് നിങ്ങള് ശരിക്കും നിങ്ങൾക്ക് എല്ലാ രചനകളും വായിച്ച് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോണെന്നാണെങ്കിൽ ഇതൊരു 6 months മുമ്പൊക്കെ തുടങ്ങേണ്ട ഒരു കാര്യമായിരുന്നു. നമ്മള് പ്രോപ്പറായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട്. ഇനിയിപ്പോ ഈ ഒരു 2 മാസം
നിങ്ങൾക്ക് അത്ര സമയം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനില്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതിന്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്പെസിഫിക് ടോപ്പിക് വെച്ചിട്ട് അതിന്റെ രചനാകാര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ എഐന്റെ യൂസേജ് അല്ലെങ്കിൽ ഓൺലൈൻ യൂസേജ് കാര്യങ്ങളൊക്കെ തന്നെ ഷബാബ് സാറ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നതിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ ഇന്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇവിടെ പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, MCQ PYQs ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൽ വരുന്ന ഓപ്ഷൻസിനൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ബ്രോഡായിട്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ റെലവൻസ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇപ്പം ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു സ്ട്രാറ്റജി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PYQല് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. PYQs മോക്ക് ടെസ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. വായിച്ചാൽ നമുക്ക് വായിക്കുമ്പോൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് ഒരുപാട് സമയം വേണമായിരുന്നു. അതായത് ഒരു 6 month എങ്കിലും മിനിമം നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ആ ഒരു സമയം നമുക്ക് മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ PYQsന്റെ എല്ലാ തലത്തിലും നമ്മൾ ബ്രോഡായിട്ട് ചർച്ച ചെയ്യാന്നുള്ളതാണ്. വിഷ്ണുപ്രിയ കേൾക്കുന്നുണ്ടോ? ആ മാം കേൾക്കാം, ക്ലിയർ ആണ്. താങ്ക് യു. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സമയം ഏതാണ്ട് 8:47 ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു, കോഴ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. ഇനിയിപ്പോ ഇന്നലെ വരാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പുതുക്കി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒന്നാമത്തെ കാര്യം പറഞ്ഞാല് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ക്ലാസ് തന്നെ മുഴുവനായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് റേഞ്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അത് ആക്സസിബിൾ ആയിരിക്കും. അപ്പം വേണ്ട ആളുകൾക്ക് നമുക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ചെറിയൊരു സമയം കൊണ്ട് നമ്മള് എന്താ പറയാ, ഏറ്റവും ആദ്യമായിട്ട് രഹനാസ് മാമിന് ആദ്യമായി വലിയൊരു താങ്ക്സ് പറയാണ്. നമ്മൾ ഇന്നലെ കുറച്ചുകൂടി ഒക്കെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു നെറ്റ് എന്താണ്, നെറ്റിന്റെ ഒരു സാധ്യത എന്താണ് എന്നുള്ള ഇങ്ങനത്തെ കുറച്ചൊരു ജനറൽ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തന്നുള്ളായിരുന്നു. ഇന്ന് ശരിക്കും നമുക്ക് ഇപ്പൊ ക്ലാസ് കേട്ട ആളുകൾക്ക് മനസ്സിലാവും വളരെ കൃത്യമായിട്ട് ഒരു പേപ്പർ 2 എന്താണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് റഹനാസ് മാം പറഞ്ഞു. ശരിക്കും ഒരു JRF നേടിയിട്ടുള്ള ഒരാളുടെ ഒരു പെർസ്പെക്റ്റീവ് അത് കേൾക്കാന്ന് പറയുന്ന സമയത്ത് വലിയൊരു കാര്യമാണ് അല്ലെ. അപ്പോ ശരിക്കും റഹനാസ് മാം ഒരു അധ്യാപിക കൂടി ആയിരുന്നു കേട്ടോ. ഒരു കോളേജ് അധ്യാപിക ആയതിനു ശേഷമാണ് പിന്നെ PhD ഒക്കെ വരുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി കൂടി മാമിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാനാണെങ്കിലും റഹനാസ് മാം ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ കോച്ചിങ് ത്രൂ ഔട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തരാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ വിഷ്ണുപ്രിയ ചോദിച്ച സമയത്തൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയം പറഞ്ഞാല് ഞാൻ ഇന്നലെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരാണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പേപ്പർ 1 എത്രമാത്രം പഠിക്കുന്നോ പേപ്പർ 2 അത്രയും തന്നെ നിങ്ങൾ പഠിക്കണം. പേപ്പർ 2 എത്ര പഠിക്കുന്നോ അത്ര തന്നെ പേപ്പർ 1. ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം ഈസി ആണെന്ന് വെച്ചിട്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. ഇതൊരു വലിയ രഹനാസ് മാം പറഞ്ഞ പോലെ ഒരു വലിയൊരു ജേർണിയാണ്. അപ്പോ നമ്മളെ കിട്ടുന്ന ഒരു സമയം ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു മാർഗം. പിന്നത്തേക്ക് വെച്ചിട്ട് ഡിസംബറിലല്ല എക്സാം, നവംബറിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത്ര തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ പേപ്പർ 1ൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ പേപ്പർ 1 കൂടി നന്നായി ഫോക്കസ് ചെയ്യണം. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 അതിൽ നല്ലൊരു കുറച്ചും കൂടി അങ്ങോട്ടും ബാലൻസ് ആവുന്ന സമയത്താണ് നമുക്ക് നെറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. ഇനി വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇനി കൃത്യം ഇപ്പോ 29 ഡേറ്റ്, കൃത്യം 4-ാം തീയതി ശനിയാഴ്ച നമ്മുടെ UGC നെറ്റിന്റെ കോച്ചിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോ അത് പേപ്പർ 2ന്റെ കോച്ചിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോ
പെട്ടെന്ന് പേപ്പർ 1 ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാച്ച് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് പോലുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്നത്തെ പേയ്മെന്റ് ഒക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പേപ്പർ 1 അത്രയും നേരത്തെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയും ചെയ്യും. ഇനി മിസ്സായി പോയ ക്ലാസ്സുകളൊക്കെ എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി നിങ്ങൾ ലൈവിൽ അറ്റൻഡ് ചെയ്താൽ പോലും പിന്നെ നിങ്ങൾക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ശനിയാഴ്ചയാണ് നമുക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ടാവുക. ശനിയാഴ്ച ലൈവ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ചെറിയ ഒരുപാട് സമയം ബോറടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു 35 to 45 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസത്തെ ക്ലാസ്സിന്റെ ടൈം. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക ശനിയാഴ്ചകളിൽ മാത്രം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് സംശയങ്ങൾ ചോദിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ശനിയാഴ്ച ലൈവ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അങ്ങോട്ട് ഒരാഴ്ച റെക്കോർഡഡ് ക്ലാസ്, ചെറിയ റെക്കോർഡഡ് ക്ലാസ്സസ്. ഞായറാഴ്ച നമ്മുടെ മോക്ക് ടെസ്റ്റ്. അതിപ്പോ മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് മാറാൻ പോകുന്നത്. ഈ കോഴ്സിന്റെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് മാറാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതാണ് പറയുന്നത്, 4-നാണ് കോഴ്സ് തുടങ്ങുന്നത് എങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് പേപ്പർ 1 കാര്യങ്ങളൊക്കെ കോഴ്സൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നിങ്ങൾ നമ്മളോട് കൂടെ ചേരുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇതിൽ വേറെ പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുറെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കോഴ്സിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് ആൾക്കാരെ നമ്മൾക്ക് വേണ്ടതാണ്. അത്യാവശ്യം കുറച്ച് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതാണ്ട് കുറച്ച് ആൾക്കാർ, അങ്ങനെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമാണ് ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എനർജി നമുക്കും ഉണ്ടാവും. അപ്പോൾ മാക്സിമം നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം സീരിയസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് മെന്റേഴ്സ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും. അതല്ലാതെ ടെക്നിക്കലി എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മൾ ഉണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരുകയും ചെയ്യാം. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നന്നായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ഒക്കെ കാണട്ടെ, അത് ഒരു സന്തോഷമല്ലേ? ഓക്കെ സുരഭി, താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പോ എന്തെങ്കിലും കോഴ്സ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ 2 അല്ലെങ്കിൽ പേപ്പർ 1 എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കി ഗ്രൂപ്പിൽ കാണാം. ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ള. നമ്മൾ തുടക്കത്തിൽ എത്ര നമ്പർ ആണോ, ഏതൊരു മീറ്റിംഗ് ആണെങ്കിൽ ആദ്യം കുറെ ആൾക്കാർ വരും, പിന്നെ കുറെ ആൾക്കാർ തിരിച്ചു പോകും. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു സാധനം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡിയായിട്ട് ഒരു 25ന്റെ മേലെ ഒരു പാർട്ടിസിപ്പേഷൻ സ്ഥിരമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും ആൾക്കാരോട് സീരിയസ് ആയിട്ട് ഇരിക്കുന്നില്ല അറിയുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ അത് എല്ലാവരും ഇപ്പൊ തന്നെ ഇത്ര നേരത്തെ തന്നെ ഒരുപാട് നേരം വൈകിപ്പോയിട്ടൊന്നുമില്ല. അപ്പോ ഇപ്പൊ തന്നെ ഈ സീരിയസ്ലി നിങ്ങൾ ഇതിനെ എടുത്തതിൽ ഞങ്ങൾ വലിയൊരു നന്ദി നിങ്ങളോട് പറയാണ്. അപ്പൊ ഇനി വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എന്താ പറയാ ഗ്രൂപ്പിലും കോണ്ടാക്ട് അല്ലാതെ ഫോൺ കോണ്ടാക്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു. പറഞ്ഞോളൂ. ഇപ്പം ഡെയിലി ക്ലാസ് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഏത് ടൈമിലായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ? ആക്ച്വലി റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈമിൽ നിങ്ങൾക്ക് ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് അല്ലെങ്കിൽ രാത്രികളിലാണ് ഒരു 7 ആ ടൈമിലായിരിക്കും നമുക്ക് കൃത്യമായിട്ടൊരു ടൈം നിങ്ങളോട് പറയും. ആ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ലിങ്ക് വരാം. അപ്പൊ പെട്ടെന്ന് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ റെക്കോർഡഡ് എന്നുള്ളൊരു സാധനം ആക്കിയത്. നിങ്ങളിപ്പോൾ പല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇനിയിപ്പോ ലൈവ് സെഷന്റെ കാര്യത്തിലാണ്, ആഴ്ചയിൽ ഒരിക്കലും വരുന്ന ലൈവ് സെഷന്റെ കാര്യത്തിലാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു 8 o'clock എന്നുള്ളൊരു ടൈം ആയിരിക്കും നമ്മൾ മിക്കവാറും
അത് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഡീറ്റെയിൽസിൽ പറയും. ബാക്കി ടൈമിന്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നമില്ല. ഇനി അഥവാ ലൈവ് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് തരികയും ചെയ്യും. പേപ്പർ 1, യെസ്. അപ്പോൾ പേപ്പർ 1 എന്നുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പേപ്പർ 2 ചിലപ്പോൾ നിങ്ങൾ ഒരേ ലെവലുള്ള ആൾക്കാരുണ്ടാവും. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് നന്നായിട്ട് വായിച്ചാലും ഈ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചാലൊക്കെ പേപ്പർ 2 അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പേപ്പർ 1 പിന്നെ ഒരു നേരത്തെ വിഷ്ണുപ്രിയ ചോദിച്ചല്ലോ ഇത്ര സാധനങ്ങൾ പഠിക്കാനുണ്ടല്ലേ എന്നുള്ളതാണ് ചോദിച്ചല്ലോ. ശരിക്കും അപ്പോ അത്യാവശ്യം നമുക്ക് പേപ്പർ 2ന്റെ കാര്യത്തിൽ അത്യാവശ്യം പഠിക്കാൻ തന്നെ ഉണ്ട്. അത് മറച്ചു വെക്കുന്നത് അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് PYQ തന്നെ മാക്സിമം ഡിസ്കസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതിന്റെ അകത്ത് തന്നെ ശരിക്കും നമുക്ക് ലൂപ്പ് ഹോൾ ഉള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കാര്യമുള്ളത് ശരിക്കും പേപ്പർ 1 നമുക്ക് പഠിച്ചാൽ തീരുന്ന സാധനമാണ്. ഓക്കെ, അപ്പൊ പേപ്പർ 1 മാക്സിമം ഫോക്കസ് ചെയ്യാന്നുള്ളതല്ല, പേപ്പർ 1 ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ 1 നമ്മൾ സേഫ് മാർക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് നമ്മളെ നെറ്റിന്റെ റിസൾട്ടിലൊക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നിങ്ങളുടെ റിസൾട്ടിൽ എഫക്ട് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കാര്യം ഉണ്ടാവും. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. യെസ്. അപ്പൊ പേപ്പർ 1ഉം പേപ്പർ 2ഉം 2 ക്ലാസ് ആയിട്ടല്ലേ? അപ്പം എങ്ങനെ അതിന്റെ ടൈം എങ്ങനെയായിരിക്കും? ഓക്കെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ശരിക്കും ഈ പേപ്പർ 1ൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പോ ലൈവ് സെഷൻസ് ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള റെക്കോർഡഡ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പേപ്പർ 1ന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് തിങ്കൾ, ഇപ്പോൾ മലയാളം മീഡിയം 2 മീഡിയമായിട്ട് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാളം മീഡിയം ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ഈ നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ, അത് ലൈവ് ആയിരിക്കും ഉണ്ടാവുക. ലൈവ് അത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് മൊത്തത്തിൽ മിക്കവാറും ഓരോ സബ്ജക്റ്റിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് കുറച്ച് ലൈവും കുറച്ച് റെക്കോർഡഡും ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോ എന്തായാലും രണ്ടും ഉണ്ടാവും. എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അഥവാ ലൈവ് മിസ്സായി പോയാൽ തന്നെ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇനി ഇപ്പൊ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. ആ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, പല സംശയങ്ങളും പല ആൾക്കാർ കാണിക്കുന്നത്. സുസ്മിത, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ലീവ് ചെയ്യാം, ഗ്രൂപ്പ് ലീവ് ചെയ്യാം.